ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ മേമയുടെ വീട്ടിലാണ്. അവിടെ പെരുന്നാൾക്കായിട്ട് വന്നതാണ്. ഈ ഒരു പെരുന്നാളിൻ്റെ ഇടയിൽ കൂടെ ഒരു കൊച്ചു ഫംഗ്ഷൻ കൂടി നടത്താമെന്ന് ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അൽത്ത പണികളാണ് ഈ കാണുന്നത്. കുറച്ച് ഡെക്കറേഷൻ പണികൾ. ഈ ഒരു ഡെക്കറേഷൻ പണികൾ നമ്മൾ ചെയ്യുന്നത് ഇലകളൊക്കെ വെച്ചിട്ടാണ്. വാഴയില, ഓലയുടെ ഇല, പിന്നെ പ്ലാവിൻ്റെ ഇല, ഇതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് പണികളാണ്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാനായിട്ട് വേറെ പിള്ളേർ സെറ്റ് പോയിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയാലോ? അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോയിൽ ആ ഒരു കുട്ടി ഫംഗ്ഷൻ എന്ന് കണ്ടു നോക്കാം. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വാഴയില ഇതേപോലെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കുട്ടി ഫ്ലവേഴ്സും 2 ബൊക്കകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും എടുത്തിട്ട് നമുക്ക് മുകളിലത്തെ മുറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ നടത്താൻ പോകുന്നത് വളക്കാപ്പാണ്. മേമയുടെ മോൻ്റെ വൈഫിൻ്റെ വളക്കാപ്പാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്യാമെന്ന് വിചാരിച്ചൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു മാലയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ. ബാക്കി ഒരുവിധ ഐറ്റംസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. വാളയും പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു വളക്കാപ്പ് എന്ന് എഴുതുന്ന ആ ഒരു കുട്ടി, അത് നമ്മളുടെ ഫാമിലിയിലത്തെ ന്യൂ മെമ്പറാണ്, പുതിയൊരു അതിഥിയാണ്. അപ്പോൾ അവളുടെ കഴിവ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാഴയിലയിൽ വളക്കാപ്പ് എന്ന് മഞ്ഞൾ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എഴുതിയെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ പിള്ളേർ ഇവിടെ വികൃതിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവരവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇതാണ് വീടിന്റെ ഫ്രണ്ട് ഏരിയ. ഇന്നത്തെ ഈ ഒരു ദിവസമാണെങ്കിൽ ഇവിടെ നല്ല മഴയാണ്. ഇടയ്ക്കൊന്ന് തോരും, പിന്നെ നല്ല ശക്തിയായിട്ട് പെയ്യും. അതുപോലെ തന്നെ നല്ല കാറ്റുമാണ്. അങ്ങനെ നേരെ നമുക്കിനി ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സിലോട്ട് കിടക്കാം. ഇവന്മാരെല്ലാവരും കൂടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ വാഴയിലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നു. അതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവരാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ വെച്ച് എല്ലാ അലങ്കാര പണികളും വെച്ച് നമ്മൾ വളക്കാപ്പ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാ മധുരപലഹാരങ്ങളും വളയും പിന്നെ തൊപ്പിയും മാലയും ബൊക്കയും എല്ലാം വെച്ചിട്ടുണ്ട്. തൊപ്പിയെല്ലാം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പ്ലാവിൻ്റെ ഇല വെച്ചിട്ടാണ് കേട്ടോ. പണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ പ്ലാവിൻ്റെ ഇല വെച്ച് സെറ്റ് ചെയ്യില്ലേ, തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട്, അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ വളക്കാപ്പിൻ്റെ ആ ഒരു ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാ ഐറ്റംസും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും കഴിവുകളാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ പിള്ളേരുടെയും കഴിവുകൾ ഇതിൽ തെളിയിച്ചിട്ടുണ്ട്. ഇത് മേമയുടെ വീടിന്റെ മുകളിലുള്ള ഒരു കാർ പോർച്ച് പോലുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെ ഐഡിയ പ്രകാരമാണ് ഈ ഒരു സൈഡിലായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മൾ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഡിസൈനിൽ വെച്ചിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി നമ്മൾ ആലോചിക്കുന്നത് രാവിലെ ഒന്ന് ചിന്തിക്കുന്നു, ഉച്ചയാകുമ്പോഴേക്കും കാര്യങ്ങൾ സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇലകൾ വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി, കുറച്ച് സാധനങ്ങൾ പിള്ളേർ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരുടെ ഐഡിയ പ്രകാരം ഓൺ ദ സ്പോട്ടിൽ ചെയ്തെടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ കുറേ അപാകതകളൊക്കെ ഉണ്ടാവും, അതങ്ങ് എല്ലാവരും ക്ഷമിച്ചേക്കാട്ടോ. അങ്ങനെ നമ്മൾക്ക് വളക്കാപ്പ് ഫംഗ്ഷനിലേക്കുള്ള എല്ലാവരെയും ഈ ഒരു വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഇവിടെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ ആ ഒരു തിണ്ടുമ്മലും കസാരമ്മലും എല്ലായിടത്തായിട്ട് എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. പിന്നെന്താ, പെട്ടെന്നുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സാധാ ഒരു വേഷത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വളക്കാപ്പ് ഫാമിലി റെഡിയായി ഒരുങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ വളക്കാപ്പ് നടത്താനുള്ള അതിഥികൾ. അങ്ങനെ അവരെല്ലാവരും കൂടി വെൽക്കം ചെയ്ത് വേദിയിലോട്ട് ഇരുത്താണ്. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. എന്താണ് ഈ ഒരു വളക്കാപ്പ് എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വളക്കാപ്പിൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറയാം. നമ്മുടെ ഈ ക്രിസ്ത്യൻ ഫാമിലിയിൽ ശരിക്കും ഇങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല. നമ്മൾ 7-ാം മാസം ചടങ്ങിന് കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരു പരിപാടിയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പ്രയർ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി പ്രയർ ചെല്ലാനായിട്ട് തുടങ്ങി. പിന്നിപ്പോൾ ഒരുമാതിരി എല്ലാം ട്രെൻഡിങ് പോലെയാണല്ലോ. എല്ലാ പരിപാടികളും എല്ലാ മതത്തിലും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം മഞ്ഞൾ കല്യാണം, പിന്നെ ഈ ഒരു വളക്കാപ്പ്, അങ്ങനെ പ്രീ വെഡിങ് ഷൂട്ട്, പോസ്റ്റ് വെഡിങ് ഷൂട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. അങ്ങനെ എല്ലാവരുടെ ഇഷ്ടത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് 2 പേർക്കും മാല കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൈമാറി അവർ കഴുത്തിൽ ഇട്ട് കൊടുക്കാണ്. ജീൻ്റെ അപ്പച്ചനും അമ്മയാണ് കേട്ടോ മാല കയ്യിൽ കൊടുത്തത്. അതിനുശേഷം ക്രിസ്റ്റിയുടെ അപ്പച്ചനും അമ്മയും കൂടിയിട്ട് ബൊക്കെ കൈമാറാണ്. അപ്പോൾ അതും രണ്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഏതാണ്ട് കല്യാണം കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെ അങ്ങനെ നമ്മുടെ പിള്ളേർ കൂടിയിട്ട് നമ്മുടെ തൊപ്പി 2 പേർക്കും ഇടാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ തൊപ്പി 2 പേരും ഇട്ടതിന് ശേഷം ഈസക്കുട്ടിക്ക് ഇടാനായിട്ട് അവർ 2 പേരും ഒരുമിച്ച് എടുത്തിട്ട് അവളുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ 3 പേരും കൂടി തൊപ്പി വെച്ചതിന് ശേഷം കേക്ക് കട്ടിങ് ചെയ്യാണ്. കേക്ക് കട്ട് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാണ്. 2 പേരും പരസ്പരം വായിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം മോൾക്കും കൂടി വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഇനി നമ്മളുടെ വളക്കാപ്പ് ചടങ്ങിലോട്ട് കിടക്കുകയാണ് കേട്ടോ. വള ജീൻ ആദ്യം ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 കൈമിലും ജീൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു വള ഇടുന്നതിൻ്റെ ഐതിഹ്യം, ഏത് മതത്തിലായാലും ഓരോ ഫംഗ്ഷനും ഓരോ തരം ഐതിഹ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓരോ പാരമ്പര്യമായിട്ടുള്ള ഫംഗ്ഷനും ഓരോ കഥകളിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വളയിടുന്നതിന്റെ കഥ എന്താണ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാട്ടോ. ഇനി നമ്മളുടെ മുത്തിയമ്മാമയിലൂടെ എല്ലാവരും കൂടിയിട്ട് ഓരോരുത്തരായിട്ട് വളയിടാൻ വരുന്നു. അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നു. അങ്ങനെ ബാക്കി എല്ലാവരും വളയിടുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും നമുക്ക് കാണാട്ടോ.
പിന്നെ ഈ ഒരു ഫാമിലിയിലുണ്ടല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള വേറൊരാളും കൂടി ഉണ്ട്. അവനെ ഞാൻ ഇപ്പോൾ ഓർത്തപ്പോൾ ജസ്റ്റ് എനിക്ക് അവനെയും കൂടി ഒന്ന് പറയണം തോന്നി. അവൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ കുറവ് ശരിക്കും നല്ലതുപോലെ ഉണ്ട്. കാനഡയിലാണ് അവനുണ്ടെങ്കിൽ കുറച്ചും കൂടി സൂപ്പറായതിനെ ഇതിപ്പോൾ ഞങ്ങളുടെ ഐഡിയയും അവൻ്റെ ഐഡിയയും കുറച്ചും കൂടി കുറുക്ക് വഴികളോട് കൂടിയിട്ടുള്ള ഐഡിയകളാണ്. അപ്പോൾ അവനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായതിനെ. അവനെ ശരിക്കും ഈ ഒരു ഫാമിലിയിൽ എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെയും കൂടി ഈ ഒരു ഫംഗ്ഷനിൽ ഞങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ന്യൂ മെമ്പറാണ് അടുത്തതായിട്ട് വളയിട്ട് കൊടുക്കുന്നത്. അനിറ്റയാണ്. ഞങ്ങളുടെ വേറൊരു മേമയുടെ മോൻ്റെ വൈഫാണ്. ഞങ്ങളുടെ ആ ഒരു വൈബിനനുസരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരാളാണ്. ആളുടെ കയ്യിൽ ഒരുപാട് കലാവിരുതുകളുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം നിങ്ങൾ കണ്ടല്ലോ. ഈ വളയിടുന്ന ആളാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഈ ഒരു വളക്കാപ്പ് നടത്തിയാലോ എന്ന് ആദ്യം സജഷൻ പറഞ്ഞ ആള്. പിന്നാലേക്ക് ഞാനും മേമയുടെ മോനും എൻ്റെ വൈഫും എല്ലാവരും പിന്നാലേക്ക് ഈ ഒരു കാര്യത്തിനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയവരാണ്. പിന്നെ തുടക്കത്തിൽ ഒരാൾ മിസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അവൻ്റെ അനിയത്തിയാണ് ഇവള്. ഇപ്പം ഈ ഒരു ഫംഗ്ഷനിൽ ഇല്ലാത്ത കുറച്ച് പേരും കൂടി ഉണ്ട്. അപ്പോൾ അവരെയും കൂടി ഈ ഒരു ഫംഗ്ഷനിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാധാ ജസ്റ്റ് ഒരു മ്യൂസിക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതിൽ. ഇവനാണ് ഫോട്ടോഷൂട്ട് മൊത്തം നടത്തിയിട്ടുള്ള ഒരാൾ. അപ്പോൾ കുറച്ച് പിക്സ് ഒക്കെ കണ്ടാലോ. പിന്നെ നമ്മുടെ ഗ്രിൽഡ് ഫാമിലിയിലുള്ള അതേ വൈബാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ടുള്ള ഡാൻസ് കളി. ആദ്യം വളക്കാപ്പ് കപ്പിൾസ് മാത്രം കൂടിയിട്ടുള്ള ഒരു ഡാൻസ്. ഇതിൻ്റെ ഒന്നും മ്യൂസിക് ഞാൻ ഡയറക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല, എങ്ങാനും കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് നമുക്ക് ഇവരുടെ ഡാൻസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. എല്ലാവരും കൂടി ഓരോ കപ്പിൾസ് ഇതൊക്കെ ആയിട്ട് കളിക്കുന്ന ഒരുപാട് ഡാൻസുകളുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഇവരുടെയും നമ്മളുടെ ഗ്രിൽഡ് ഫാമിലി മൊത്തമുള്ള ഒരു ഡാൻസാണ് കേട്ടോ ഇനി ആഡ് ചെയ്യുന്നത്. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് വീഡിയോ ആയി പോകും. അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ഗ്രിൽഡ് ഫാമിലിയുടെ കുട്ടിക്കലാശം കൂടി ആയാലോ. പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളും പ്രാരാബ്ദങ്ങളും ഇല്ലാത്ത ആൾക്കാർ പൊതുവേ കുറവായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഇഷ്ടം പ്രകാരമുണ്ട്. അതൊക്കെ നമ്മൾ ഉള്ളിലൊതുക്കി ഇതേപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കിട്ടുന്ന ഒരുപാട് ടൈമുകളുണ്ട്. ആ സമയങ്ങൾ നമ്മൾ പരമാവധി യൂസ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ നമ്മളുടെ മൈൻഡിനും നമ്മളുടെ ശരീരത്തിനൊക്കെ ഒരു റിലാക്സേഷൻ വേണ്ടേ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുട്ടി കുട്ടി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്തിട്ട് മനസ്സൊന്ന് തണുപ്പിക്കുന്നേ, ഹാപ്പി ആയിട്ടിരിക്കുന്നേ. ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ കുറേ ആർഭാടങ്ങളോട് കൂടി നടത്തിയ ഈ ഒരു ഫംഗ്ഷൻ അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. ഞങ്ങളുടെ ഗ്രിൽഡ് ഫാമിലിയുടെ അവസാനത്തെ ഒരു ക്ലിപ്പോട് കൂടി ഈ ഒരു ഫംഗ്ഷൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, ബൈ ബൈ പറഞ്ഞേ. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.